ഹലോ ലാലിച്ച. നീ അമ്മയുടെ അടുത്താണോ? എനിക്കൊന്ന് മാറിയില്ലേ? ഞാൻ ഇപ്പൊ വരാം. മരുന്നവിടെ വെച്ചണ്ടേ? കറങ്ങി നടന്നോടാ. മുഖവാകെ കരുവാളിച്ച ചില ചന്തപ്പിള്ളേരെ പോലായി. പാലം പണി കഴിഞ്ഞിട്ടേ റോഡിന് ചില അറ്റകുറ്റപ്പണികൾ ചെയ്യണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നില്ലേ? അതെ. അതിൻ്റെ ഭാഗമായിട്ട് ആ സ്കൂളിൻ്റെ പിറകെ കൂടെയുള്ള വഴിക്ക് ഒന്ന് വീതി കൂട്ടണം. മാത്രമല്ല പാലം പണിക്കുള്ള മെറ്റീരിയൽസ് ഒക്കെ വരുന്ന ആ വഴിക്കാണ്. അപ്പോൾ ആ റോഡിന് നല്ല ഉറപ്പ് വേണം. വേണ്ടേ? വേണ്ടേ? വേണം വേണം. അതിന് ആ പാപ്പൻ്റെ കടയും പയ്യൻ്റെ കുളവും ഞാൻ പൊളിച്ചു മാറ്റാൻ പോവാം. എപ്പോ? ഇപ്പോൾ. സർക്കാരിൻ്റെ തീരുമാനമാണ് മിസ്റ്റർ കൃഷ്ണൻ. രോഗിച്ചതും കൽപ്പിച്ചതും പണി ഞാൻ കൊടുക്കും സാറേ. അല്ല, അവർക്കൊരു കുറച്ച് സാവകാശം കൊടുത്താൽ അവന് ഗപ്പികളൊക്കെ വേറെ കുളത്തിലേക്ക് മാറാൻ എളുപ്പമാവില്ലേ? അപ്പൊ പിന്നെ എന്താ രസം? നമുക്കിപ്പോൾ പോവാം സാറേ. സമയമെടുക്കും. ലാലിച്ചനെ എല്ലാവരും വിളിച്ച് അറിയിക്കണ്ടേ? എന്താ സാറേ, ഇന്നങ്ങോട്ട് പോയില്ലേ? ഇല്ലടാ, ഒരു ചെറിയ പ്രശ്നമുണ്ടാ. എന്താ സാറേ? എന്തേ? ചെറിയൊരു പ്രശ്നമുണ്ട്, അത് നോക്കാൻ വേണ്ടി വന്നതാ. എന്താ പ്രശ്നമാണ്? സാറേ, കട പൊളിച്ചോ സാറേ? കുളം പൊളിക്കല്ലേ സാറേ? എന്തായാലും കുറച്ച് സമയം കൂടെ കൊടുക്കും സാറേ, അവരത് മാറ്റിക്കോളും.
ഇതേ ഒരു കോമഡി അഡ്വർടൈസ്മെന്റ് കോമഡി തിരക്കൂട്ടാ. വെറും ഒരു 10 ലക്ഷം തൊട്ട് തീർക്കാം. ഇതാകുമ്പോൾ ഇത് ഇമോഷണല. ഒരു 8 ലക്ഷം രൂപ തീരും. അല്ല ഇവിടെ സിസിഎസിന്റെ സിറിഞ്ചിമിക്കണല്ലേ? അതേലോ. ആ അപ്പൊ ഒരു വയലൻസ് കൂടി പിടിച്ചാ പോരെ. ഒരു 12 lakhs പ്രൊഡക്ഷൻ കോസ്റ്റ് വരും. എന്റെ ഒരു പോളി പൊളിക്കുന്ന സാധനം വെച്ച്. അതെ ചങ്കുതിവാരാ, എന്റെ ഇത്രയും കാശൊന്നും ഉണ്ടാവില്ല. കൂടി വന്ന ഒരു ലക്ഷമൊക്കെ തരാം. 1 ലക്ഷം രൂപ? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ, ലോക്കൽ ചാനലിൽ കൊടുക്കാനാ. എന്നാ പിന്നെ വല്ല ലോക്കൽസ് വിളിച്ചാ പോരെ. എനിക്ക് ഫ്രെയിം ഒക്കെ തന്നെ 1 ലക്ഷം രൂപ. അപ്പൊ ഇത് ലോക്കലല്ലേ പണിയേ? ആയിരുന്നു ജോസഫേട്ടാ, ഞാൻ തന്ന അഡ്വാൻസിൽ നിന്ന് ഒരു 10,000 രൂപ തിരിച്ചു വേണം, അത്യാവശ്യം. എന്തുട്ടക്കടാവിയത്? നീ പെട്ടെന്ന് വന്ന് ചോദിച്ചാൽ ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് തരാനാ? നീ എന്തുട്ടാ ഇങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിൽ നോക്കണം? കാശ് തരൂല്ലേ? ഒരു 500. ആ ഇതാരാ? അതൊരു വലിയ കഥയാണ്. കഥയാണോ? എനിക്ക് പറഞ്ഞ സിനിമക്ക് പറ്റിയാണെങ്കിലേ 30 ഞാൻ എടുക്കൂട്ടാ.